ഇംഗ്ലണ്ടിലെ ഒരു ചെരുപ്പുകുത്തിയായിരുന്നു ജെയിംസ് വോൾസൺ. 1873 ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കുറച്ച് സുഹൃത്തുക്കളും ചേർന്ന് ഒരു പന്തയത്തിൽ ഏർപ്പെട്ടു. അവരുടെ സ്വന്തം പട്ടണമായിട്ടുള്ള ലിമിംഗ്ടൺ സ്പായിൽ നിന്ന് കവൻട്രിയിലേക്ക് തിരിച്ചും ഏകദേശം 16 മൈൽ ദൂരം ജെയിംസിന് ഓടിയെത്താമോ എന്ന് സുഹൃത്തുക്കൾ ചോദിച്ചു. ജെയിംസ് അതൊരു വെല്ലുവിളിയായി തന്നെ സ്വീകരിച്ചു. അയാൾ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ പന്തയ ദിവസം വന്നെത്തി. ജെയിംസ് ലിമിംഗ്ടൺ സ്പായിൽ നിന്നും തന്റെ ഓട്ടം ആരംഭിച്ചു. അദ്ദേഹത്തെ നിരീക്ഷിക്കാനായി 2 സുഹൃത്തുക്കൾ വണ്ടിയിൽ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. കുറെ ദൂരം ഒരു കുഴപ്പമൊന്നുമില്ലാതെ അദ്ദേഹം ഓടി. വലിയ ക്ഷീണമോ തളർച്ചയോ ഒന്നും തന്നെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടില്ല. എന്നാൽ കുറച്ചുകൂടി മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ജെയിംസിനെ അനുഗമിച്ചിരുന്ന കൂട്ടുകാർ കാണുന്നത് വളരെയധികം തളർന്ന് ഓടാനാകാതെ റോഡിൽ നിൽക്കുന്നതാണ്. അങ്ങനെ നിന്ന ജെയിംസ് പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കളുടെ മുന്നിൽ നിന്നും അപ്രത്യക്ഷനായി. പിന്നീട് ജെയിംസ് വോൾസനെ ആരും തന്നെ കാണുകയുണ്ടായില്ല. പിന്നാലെ വന്ന സുഹൃത്തുക്കൾ ജെയിംസ് വോൾസനെ അവിടെയെല്ലാം അന്വേഷിച്ചു. എന്നാൽ അവരുടെ അന്വേഷണം വ്യർത്ഥമായിരുന്നു. തങ്ങൾ നേരിൽ ദർശിച്ച സംഭവത്തിന് യുക്തിപൂർവമായൊരു വിശദീകരണം കണ്ടെത്താൻ അവർക്കായില്ല. അന്വേഷണം വ്യർത്ഥമാണെന്ന് മനസ്സിലായപ്പോൾ അവർ ലിമിംഗ്ടൺ സ്പായിൽ തിരിച്ചെത്തി നടന്ന സംഭവമെല്ലാം പോലീസിനെ ധരിപ്പിച്ചു. പോലീസ് പലകുറി ചോദ്യം ചെയ്തിട്ടും ജെയിംസ് വോൾസിന്റെ സുഹൃത്തുക്കളിൽ നിന്ന് ഒരു ഉത്തരം മാത്രമേ ലഭിച്ചുള്ളൂ. ഓടി തളർന്ന അദ്ദേഹം തങ്ങളുടെ മുൻപിൽ നിന്ന് എങ്ങോട്ടോ അപ്രത്യക്ഷനായ എന്ന ഉത്തരമാണെന്ന്. ഈ ഒരു മറുപടിയിൽ സുഹൃത്തുക്കൾ ഉറച്ചു നിന്നു. അതിൽ നിന്ന് ഒന്ന് കുറയുകയോ കൂടുകയോ ചെയ്തില്ല. വോൾസൺ അവിടെ ഉണ്ടായിരുന്ന കുതിരവണ്ടിക്ക് ഏതാനും വാരം മുന്നിലായി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അയാൾ എങ്ങോ അദൃശ്യനായി. എവിടേക്ക്? കാലങ്ങൾക്കിപ്പുറവും ലിമിംഗ്ടൺ സ്പായിലെ പോലീസ് സ്റ്റേഷനിലെ ഭിത്തികളിൽ ഈ ഒരു ചോദ്യം മാത്രം പ്രതിഫലിച്ചു കേൾക്കുന്നു.